നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ഏത്? കൊറിയ, ചൈന, സ്വീഡൻ, ബ്രിട്ടൻ. ഹ്രസ്വകാലത്തേക്ക് കൊറിയയാണ് വ്യാപാര പങ്കാളിയായി മാറിയത്. ഓടുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി, കുടക്, മാന്നാർ, കൊട്ടാരക്കര. മാന്നാറാണ് ശരിയായ ഉത്തരം. കുമാരകോടി പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ, മലപ്പുറം, ഇടുക്കി, തൃശ്ശൂർ. കുമാരകോടി പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയിലാണ്. പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെങ്ങന്നൂർ, വെങ്ങാനൂർ, മൂവാറ്റുപുഴ, കൊട്ടാരമറ്റം. പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂരാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, സിങ്ക്. ആവശ്യമായ ജലം ശരീരത്തിൽ നിലനിർത്തുന്നത് സഹായിക്കുന്നത് സോഡിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിച്ച സ്ഥലം വയനാട്, മടക്കര, പൊന്നാനി, തോട്ടട. മടക്കരയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റി ഇടുക്കി, കണ്ണൂർ, കോട്ടയം, മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ പരാതിരഹിത മുനിസിപ്പാലിറ്റിയായിരുന്നു മലപ്പുറം. സംസ്കൃതത്തിൽ വല്ലഭ ഷോണി എന്നറിയപ്പെടുന്ന പ്രദേശം വള്ളുവനാട്, പേരാമ്പ്ര, വയലാർ, പിണറായി. സംസ്കൃതത്തിൽ വല്ലഭ ഷോണി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വള്ളുവനാട്. 100% നിയമസാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വടകര, ചെറിയനാട്. ചെറിയനാടാണ് ശരിയായ ഉത്തരം. ചേർത്തല പ്രദേശത്തിൻ്റെ പഴയ പേര് എന്തായിരുന്നു? സൂറത്ത്, വണ്ടിയൂർ, കരപ്പുറം, കൊല്ലൂർ. ചേർത്തലയുടെ പഴയ പേര് അറിയപ്പെട്ടിരുന്നത് കരപ്പുറം എന്നായിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി, മൂകാംബിക, ചക്കുളത്തുകാവ്, ശ്രീകൃഷ്ണ ദേവീലയം. ചക്കുളത്തുകാവാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് തോട്ടപ്പള്ളി, കുന്നത്തൂർ, മംഗലാപുരം, ഹരിപ്പാട്. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ് ശരിയായ ഉത്തരം. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം മണിപ്പൂർ, സിക്കിം, മേഘാലയ, കേരളം. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം. ഏതു മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത്? സോഡിയം, കാൽസ്യം, ടിന്ന്, അയഡിൻ. തൊണ്ടമുഴ ഉണ്ടാകുന്നത് അയഡിൻ്റെ കുറവ് മൂലമാണ്. ഇന്ത്യൻ ജന്തുജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ചേർത്ത സംസ്ഥാനം ഏത്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം. കേരളമാണ് ശരിയായ ഉത്തരം. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത സരോജിനി രാജ്, മേഘ മുകുന്ദൻ, സൂര്യ ഉദയ്പൂർ, മഞ്ജിമ വിശ്വം. മേഘ മുകുന്ദനാണ് ശരിയായ ഉത്തരം. രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് ആരംഭിക്കുന്നത് എവിടെ? വാരണാസി, ജുനഗഡ്, ഉദയ്പൂർ, വിജയവാഡ. വാരണാസിയിലാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ.
മെയ് മാസത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായത് എറണാകുളം ജില്ലയിലായിരുന്നു. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിൻ്റെ സമാപന ചടങ്ങ് എവിടെയാണ് നടന്നത്? ഇറ്റലി, ഇറാൻ, ഇന്ത്യ, ഇന്തോനേഷ്യ. ഇറ്റലിയിലായിരുന്നു. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന കായിക വിനോദം? ഗുസ്തി, ചെസ്സ്, കബഡി, ചീട്ടുകളി. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഗുസ്തിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 51, 52, 49, 50. ഭരണഘടന 51-ാം അനുച്ഛേദകം. വർഷബീമ ഇൻഷുറൻസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആരോഗ്യം, വാഹനാപകടം, മൃഗാക്രമണം, മഴക്കെടുതി. വർഷബീമ ഇൻഷുറൻസ് മഴക്കെടുതിയിൽ പെടുന്നു. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി, ചെന്നൈ, ഗുജറാത്ത്, കൊൽക്കത്ത. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 അംഗങ്ങൾ, 6, 5 അംഗങ്ങൾ, 13 അംഗങ്ങൾ. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. പരിക്രമണത്തേക്കാളേറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹം ഏത്? ബുധൻ, വ്യാഴം, ചൊവ്വ, ശുക്രൻ. പരിക്രമണത്തേക്കാളേറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ? മുഖ്യമന്ത്രി, രാഷ്ട്രപതി, ഗവർണർ, പ്രധാനമന്ത്രി. കിഫ്ബിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. പച്ച വസ്തുവിനെ മഞ്ഞ ഗ്ലാസിലൂടെ നോക്കുമ്പോൾ കാണുന്ന നിറം ഏത്? മഞ്ഞ, പച്ച, വെള്ള, കറുപ്പ്. പച്ച വസ്തുവിനെ മഞ്ഞ ഗ്ലാസിലൂടെ നോക്കുമ്പോൾ കാണുന്ന നിറമാണ് പച്ച. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഏത്? ചൈന, ബ്രിട്ടൻ, ജപ്പാൻ, ഇന്ത്യ. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം ഏത്? കോഴിക്കോട്, കൊല്ലം, മലപ്പുറം, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? തലശ്ശേരി, കൊടുങ്ങല്ലൂർ, പത്തനാപുരം, മാഹി. ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, മലപ്പുറം. സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത്? പെരിയാർ, ടീസ്റ്റ, ഗോദാവരി, പമ്പ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം? ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, സിക്കിം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായ പെരിയാറിലെ വെള്ളപ്പൊക്കമുണ്ടായ വർഷം? 1341, 1342, 43, 44. 1341-ലാണെന്ന് പറയപ്പെടുന്നു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി, കോട്ടയം, കാസർഗോഡ്, കൊല്ലം. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? പേരയ്ക്ക, കൈതച്ചക്ക, മുന്തിരി, നേന്ത്രപ്പഴം. സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം ആണ് നേന്ത്രപ്പഴം.
ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി ഏത്? പാമ്പ്, മത്സ്യം, പാറ്റ, ഞണ്ട്. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കുന്ന ജീവിയാണ് മത്സ്യം. നഖം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയാത്ത മാർജാരവർഗത്തിലെ ജീവി? മുയൽ, ആമ, കരടി, ചീറ്റ. നഖം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയാത്ത ജീവിയാണ് ചീറ്റ. രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില എത്ര? 37 ഡിഗ്രി, 4 ഡിഗ്രി, 51 ഡിഗ്രി, 38 ഡിഗ്രി. രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ താപനിലയാണ് 37 ഡിഗ്രി. പക്ഷികളിൽ ഏറ്റവും പ്രവർത്തനക്ഷമത കുറഞ്ഞ അവയവം? ചെവി, നാക്ക്, മൂക്ക്, കണ്ണ്. പക്ഷികളിൽ ഏറ്റവും പ്രവർത്തനക്ഷമത കുറഞ്ഞ അവയവമാണ് മൂക്ക്. നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാജാവ്? ഷാജഹാൻ, അക്ബർ, ജഹാംഗീർ, ബാബർ. ഷാജഹാനെയായിരുന്നു. മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ശങ്കരൻ വാര്യർ, ഉണ്ണികൃഷ്ണൻ, എം. മുകുന്ദൻ, ഉണ്ണായി വാര്യർ. മഹാരാജാസ് കോളേജ് സ്ഥാപിച്ചത് ശങ്കരവാര്യർ ആയിരുന്നു. ഇന്ത്യയിൽ കാലാവധി കഴിഞ്ഞ മുഖ്യമന്ത്രിമാരുടെ എണ്ണം എത്ര? 6, 5, 3, 4. ഇന്ത്യയിൽ കാലാവധി കഴിഞ്ഞ മുഖ്യമന്ത്രിമാരുടെ എണ്ണം 5 ആണ്. കേരളത്തിൽ പ്രാചീന മൺഭരണികളായ നന്നങ്ങാടികൾ കണ്ടെത്തിയ സ്ഥലം? തൃശ്ശൂർ, കണ്ണൂർ, വയനാട്, പാലക്കാട്. പ്രാചീന മൺഭരണികളായ നന്നങ്ങാടികൾ കണ്ടെത്തിയത് തൃശ്ശൂർ ജില്ലയിലായിരുന്നു. ലോകത്തിലാദ്യമായി സെൻസസ് നടത്തിയത് ഏത് രാജ്യത്തായിരുന്നു? ഇന്ത്യ, അമേരിക്ക, സിംഗപ്പൂർ, ഡെൻമാർക്ക്. ലോകത്തിൽ ആദ്യം സെൻസസ് നടത്തിയത് അമേരിക്കക്കാരായിരുന്നു. പൊതു താൽപര്യ ഹർജികൾ ആരംഭിച്ചത് ഏത് രാജ്യത്തായിരുന്നു? പാകിസ്ഥാൻ, ഇറ്റലി, ബ്രസീൽ, ബ്രിട്ടൻ. പൊതു താൽപര്യ ഹർജികൾ ആരംഭിച്ച രാജ്യമായിരുന്നു ബ്രിട്ടൻ. അന്തർദേശീയ ജൈവവൈവിധ്യ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെ? റോം, പാരീസ്, ഗ്രീൻപീസ്, മുംബൈ. അന്തർദേശീയ ജൈവവൈവിധ്യ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം റോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേലെയുള്ള വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ്? സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ. ഉത്രം തിരുനാൾ ആയിരുന്നു. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ജി. പി. പിള്ള, ജഗദീഷ് നായർ, പി. കെ. വാര്യർ, സന്തോഷ് കെ. ടി. ജി. പി. പിള്ളയായിരുന്നു. മലയാളി മെമ്മോറിയലിന് ആദ്യമായി ഒപ്പുവെച്ച വ്യക്തി? ജോണി മത്തായി, കെ. എം. ശങ്കർ, ശങ്കരമേനോൻ, ഗോപേഷ് ശശി. ശങ്കരമേനോനായിരുന്നു. സ്ത്രീകളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത് എങ്ങനെ തിരിച്ചറിയാം? സ്നേഹം, യോനി നനവ്, ദേഷ്യം, വെള്ളശുക്ലം. യോനി നനവുണ്ടാകുന്നു.